ഇന്ന് ഇച്ചിരി ഏത്തയ്ക്ക പാകം അല്ലേ? നിങ്ങളവിടെ എന്താ ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ബൗളിലോട്ട് ശകലം മൈദപ്പൊടി, ശകലം ഉപ്പ്, പഞ്ചസാര തികച്ചു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ശകലം ജീരകം കൂടി ഇട്ട് ഒരു ഭംഗിക്ക് വേണ്ടി, കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ല മിക്സ് വെല്ലായിരിക്കണം കേട്ടോ. അതിനുശേഷം ഈ മാവിനെ കലക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, കലക്കുക. ഇത് തന്നെ പരിപാടി. അങ്ങനെ കലക്കി ലാസ്റ്റ് ഈ കാണുന്ന കൺസിസ്റ്റൻസി വരണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള പഴങ്ങളെല്ലാം ചെറുപറാന്ന് പെറുക്കിയിട്ട് അതിലോട്ട് മാവിനെയും കോട്ട് ചെയ്ത് പിടിപ്പിച്ച് എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേന് ആ മാവിൻ്റെ അകത്തുനിന്ന് ശകലപോലും മാവെടുത്ത് ഈ എണ്ണയ്ക്കകത്ത് ഇട്ട് നോക്കി കഴിയുമ്പോഴത്തേന് അത് പൊങ്ങി വന്നാൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മുക്കി വെച്ചിരിക്കുന്ന പഴങ്ങളെല്ലാം നേരത്തെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇടുക. ഇട്ടിട്ട് തിരിച്ചിടാൻ നോക്കിയപ്പോൾ ഈ രണ്ട് പഴങ്ങളും തമ്മിൽ സയാംശരായിട്ട് ഒട്ടിപ്പിടിച്ചു പോയി. പിന്നെ അവന്മാരെ വേർതിരിച്ച് ഞാൻ തിരിച്ചിട്ട് കേട്ടോ, അത് വീഡിയോയിലില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, സാധനം റെഡി.